നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, വുഡ്ലൻഡ്, നൈക്ക്, ലീ കൂപ്പർ, അഡിദാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ക്രൗൺ ബൂസ്, എയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. പീരുമേട് താലൂക്ക് ജനസമ്പർക്ക പരിപാടിയിൽ 25 ലക്ഷം രൂപയുടെ ധനസഹായത്തിന് ജില്ലാ ഭരണകൂടം ശുപാർശ ചെയ്തു. ജനസമ്പർക്ക പരിപാടിക്കെത്തിയത് 378 അപേക്ഷകൾ. നിയന്ത്രണം വിട്ട കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് യുവാവ് മരിച്ചു. മരിച്ചത് CPM ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം NV ബേബിയുടെ മകൻ മഞ്ജുഷ്. CPM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന രാഷ്ട്രീയ പ്രചരണ മേഖലാ ജാഥയ്ക്ക് കട്ടപ്പന ഉപ്പുതറ ഏരിയകളിൽ സ്വീകരണം. BJPയെ നേരിടാനുള്ള ചങ്കുറപ്പ് കോൺഗ്രസിനില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ. പെരിയാർ കടുവാ സങ്കേതം ഉൾപ്പെടെ സംസ്ഥാനത്തെ മുഴുവൻ വനമേഖലകളിലും ആനകളുടെ കണക്കെടുപ്പ് നാളെ തുടങ്ങും. സംസ്ഥാനത്ത് മുഴുവൻ കണക്കെടുപ്പ് ഒരേ സമയം നടത്തുന്നത് 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ വിശദമായി. പീരുമേട് താലൂക്ക് ജനസമ്പർക്ക പരിപാടിയിൽ 25 ലക്ഷം രൂപയുടെ ധനസഹായത്തിന് ജില്ലാ ഭരണകൂടം ശുപാർശ ചെയ്തു. ജനസമ്പർക്ക പരിപാടിയിൽ 378 അപേക്ഷകളാണ് ഓൺലൈനായി ലഭിച്ചത്. പീരുമേട് താലൂക്ക് ജനസമ്പർക്ക പരിപാടിയിൽ ഓൺലൈനായി ലഭിച്ച 378 അപേക്ഷകളിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായത്തിനായി ലഭിച്ച 169 അപേക്ഷയിൽ 25,59,000 രൂപയുടെ ധനസഹായം ലഭ്യമാക്കാനാണ് ജില്ലാ ഭരണകൂടം ശുപാർശ ചെയ്തത്. പീരുമേട് SMS ഹാളിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് KKR പ്രസാദിന്റെ നേതൃത്വത്തിൽ ഇന്ന് നടന്ന ജനസമ്പർക്ക പരിപാടിയിൽ 189 അപേക്ഷകൾ നേരിട്ട് ലഭിച്ചു. ഇതിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായത്തിനുള്ള 132 അപേക്ഷകളിൽ നടപടി പൂർത്തിയാക്കി അർഹമായവ ധനസഹായത്തിന് സർക്കാരിലേക്ക് സമർപ്പിക്കുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കൈമാറി. ഡെപ്യൂട്ടി കളക്ടർ TG സജീവ് കുമാർ, തഹസിൽദാർ KN വിജയൻ, അഡീഷണൽ തഹസിൽദാർ ഷൈൻ PR, LA സ്പെഷ്യൽ തഹസിൽദാർ MA ഷാജി എന്നിവർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. വിവിധ ജില്ലാതല ഉദ്യോഗസ്ഥരും ജനസമ്പർക്ക പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. അക്ഷയ ജില്ലാ പ്രോജക്ടിന്റെ ആഭിമുഖ്യത്തിൽ അപേക്ഷകർക്ക് സൗജന്യ സേവനം ലഭ്യമാക്കി. നിയന്ത്രണം വിട്ട കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് യുവാവ് മരിച്ചു. CPM ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം NV ബേബിയുടെ മകൻ മഞ്ജുഷാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 5:30 കരിമണലിലാണ് അപകടമുണ്ടായത്. CPM ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗവും മഞ്ജുഷിന്റെ പിതാവുമായ NV ബേബി, മാതാവ് ആൻസി, ഡ്രൈവർ ജയൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇസ്രായേൽ യാത്ര കഴിഞ്ഞ് മടങ്ങിവന്ന ബേബിയെയും ഭാര്യയെയും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരും വഴി ഇന്ന് പുലർച്ചെ 5:30 കരിമണൽ പോലീസ് സ്റ്റേഷന് സമീപം ഇവർ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിഞ്ഞത്. സംഭവസ്ഥലത്ത് തന്നെ മഞ്ജുഷ് മരണമടഞ്ഞു. ബേബിയുടെ തലയ്ക്കും തോളലിനും പരിക്കേറ്റു. ആൻസിക്കും തലയ്ക്കാണ് പരിക്കേറ്റത്. വാഹന ഡ്രൈവർ ജയന്റെ കൈയൊടിഞ്ഞു. പരിക്കേറ്റവരെ എറണാകുളം രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മഞ്ജുഷിന്റെ മൃതദേഹം കോതമംഗലം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ്. അനീറ്റയാണ് മഞ്ജുഷിന്റെ ഭാര്യ. 1.5 വയസ്സുള്ള സാൻജോ ഏക മകനാണ്. അടിമാലി കുമളി ദേശീയപാതയ്ക്ക് 64 കോടി രൂപ കൂടി അനുവദിച്ചതായി ജോയിസ് ജോർജ് MP. ഇത് സംബന്ധിച്ച ഉത്തരവും ഭരണാനുമതിയും കേന്ദ്ര ദേശീയപാതാ വിഭാഗം പുറത്തിറക്കി. 2017-2018 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 64 കോടി രൂപയുടെ കേന്ദ്ര അനുമതിയായത്. കീരിത്തോട് മുതൽ നാരകക്കാനം ഡബിൾ കട്ടിംഗ് വരെയുള്ള ഭാഗം നവീകരിച്ച് BMBC ടാറിംഗ് പൂർത്തിയാക്കുന്നതിനാണ് തുക അനുവദിച്ചിട്ടുള്ളത്. ഇടുക്കി ജില്ലയ്ക്ക് കുറുകെ പുതിയ ദേശീയപാതയായി പ്രഖ്യാപിച്ച അടിമാലി കുമളി ദേശീയപാതയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്ക് 100 കോടി രൂപ അനുവദിച്ചിരുന്നു. അടിമാലി മുതൽ കീരിത്തോട് വരെയും കുമളിയിൽ നിന്ന് ആനവിലാസം വള്ളക്കടവ് വെള്ളയാംകുടി കാൽവരി മൗണ്ട് ഡബിൾ കട്ടിംഗ് വരെയുള്ള ഭാഗവും നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KT ജലീലാണ് അടിമാലിയിൽ നിർമ്മാണോദ്ഘാടനം നടത്തിയത്. 2016 ഡിസംബറിൽ നിശ്ചിത സമയത്തു തന്നെ നിർമ്മാണം പൂർത്തിയാക്കിയതിനെ തുടർന്നാണ് ഉടൻ തന്നെ 64 കോടി രൂപ കൂടി ലഭിച്ചതെന്നും MP പറഞ്ഞു. ടെൻഡർ നടപടി പൂർത്തിയാക്കി 2 മാസത്തിനുള്ളിൽ നിർമ്മാണം ആരംഭിക്കാൻ കഴിയും. വികസനം സമയബന്ധിതമായി നടപ്പാക്കുന്നതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് അടിമാലി കുമളി ദേശീയപാതയുടെ പ്രവർത്തനത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് MP പറഞ്ഞു. BJPയെ നേരിടാനുള്ള ചങ്കുറപ്പ് കോൺഗ്രസിനില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ. CPM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന രാഷ്ട്രീയ പ്രചരണ ജാഥയ്ക്ക് ഉപ്പുതറയിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിനെ പോലെ തന്നെ BJPയുടെ ഭരണം കർഷകരെ ആത്മഹത്യയിലേക്ക് നയിക്കുകയാണ്. പാർലമെന്റിലെ MPമാരിൽ 52% പേരും മുമ്പ് കോൺഗ്രസ് MPമാരായിരുന്നു. BJPയെ വളർത്തുന്നത് കോൺഗ്രസ് ആണെന്നും KK ജയചന്ദ്രൻ പറഞ്ഞു. ആ നിയമം കൊണ്ടുവന്നത് കോൺഗ്രസ്, എന്നിട്ട് ഉമ്മൻചാണ്ടി എല്ലാം കൂടി നനക്കാതെ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു?
നരേന്ദ്രമോദി വന്നപ്പോഴും തൽക്കാലം അനക്കിയില്ല. 2017 തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഭൂരിപക്ഷം കിട്ടി. ഭൂരിപക്ഷം കിട്ടിയപ്പോൾ ഇത് നടപ്പാക്കാൻ തീരുമാനിച്ചു. അതുവരെ അനങ്ങിയിട്ടില്ല. അപ്പൊ ആ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയത് നരേന്ദ്രമോദി, BJP. നിയമം കൊണ്ടുവന്നതോ കോൺഗ്രസ്, നടപ്പാക്കിയതോ BJP. നമ്മുടെ അധികാരത്തിൽ വന്നുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ കൂടിയിട്ട് നമുക്കെതിരായി സമരം. നമ്മൾ പറയില്ലേ രാഷ്ട്രീയത്തിൽ അഞ്ചാന്തരം പണിയുന്നു. ആ അഞ്ചാന്തരം പണിയാണ് BJPയും കോൺഗ്രസും കൂടെ ചേർന്ന് അരിയുടെ കാര്യത്തിൽ ഇവിടെ നടത്തിയത്. ജില്ലയിൽ 3 രാഷ്ട്രീയ പ്രചരണ ജാഥകളാണ് നടക്കുന്നത്. അതിൽ ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ ക്യാപ്റ്റനായുള്ള ജാഥയാണ് ഉപ്പുതറയിൽ എത്തിയത്. റേഷൻ വിതരണം അട്ടിമറിച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടി പുനഃപരിശോധിക്കുക, BJPയുടെ വർഗീയതയ്ക്കെതിരെ അണിനിരക്കുക, പ്രകടന പത്രികയിലെ വാഗ്ദാനം പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് CPM ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത്. കൊക്കയാറിൽ നിന്നും ഇന്നലെ രാവിലെ ആരംഭിച്ച ജാഥ ഉപ്പുതറയിൽ സമാപിച്ചു. ജാഥയ്ക്ക് ഉപ്പുതറയിൽ ഉജ്ജ്വല സ്വീകരണമാണ് പ്രവർത്തകർ ഒരുക്കിയത്. CPM ഏലപ്പാറ ഏരിയ കമ്മിറ്റി അംഗം KK ദിവാകരൻ സ്വീകരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജാഥ ഇന്ന് രാവിലെ വെള്ളിലാങ്കടത്ത് നിന്നുമാണ് ആരംഭിച്ചത്. ലബ്ബക്കട, 20 ഏക്കർ എന്നിവിടങ്ങളിലും ജാഥയ്ക്ക് സ്വീകരണം നൽകി. വെള്ളിലാങ്കണ്ടത്ത് CPM ലോക്കൽ സെക്രട്ടറി KC ബിജുവും ലബ്ബക്കടയിൽ കാഞ്ചിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു ജോർജും സ്വീകരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KS മോഹനൻ, PS രാജൻ, G വിജയാനന്ദ്, KT ബിനു, KR സോദരൻ, KM ഉഷ, MJ വാവച്ചൻ, VR സജി തുടങ്ങിയവർ വിവിധ യോഗങ്ങളിൽ സംസാരിച്ചു. CPM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന രാഷ്ട്രീയ പ്രചരണ മേഖലാ ജാഥയ്ക്ക് കട്ടപ്പനയിൽ സ്വീകരണം നൽകി. CITU ജില്ലാ സെക്രട്ടറി KS മോഹനനാണ് ജാഥ ക്യാപ്റ്റൻ. കയ്യേറ്റങ്ങളെ CPM പ്രോത്സാഹിപ്പിക്കുകയില്ല. ചെറുകിട കർഷകർക്ക് പട്ടയം നൽകുന്ന കാര്യത്തിലും CPM എന്നും കർഷകർക്കൊപ്പമാണെന്നും KS മോഹനൻ പറഞ്ഞു. ഞങ്ങൾ പാവപ്പെട്ടവരുടെ കൂടിയാണ്. 1 ഏക്കർ ഭൂമിയുള്ളവനും 50 സെന്റ് ഭൂമിയുള്ളവനും 5 സെന്റ് ഭൂമിയുള്ളവനും 2 സെന്റ് ഭൂമിയുള്ളവനും എല്ലാം അവർക്കവിടെ നിലനിൽക്കണം. അവർക്ക് നിർഭയമായി സ്വന്തം എന്ന് പറയാൻ ഒരു തുണ്ട് ഭൂമിയുണ്ടെങ്കിൽ അതിനകത്ത് കാലുറപ്പിച്ച് നിൽക്കാൻ കഴിയണം. അതിന് അവർക്കൊപ്പമാണ് CPM ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരും ഈ കൂട്ടത്തിലാണ്. ഇക്കാര്യത്തിൽ സംശയമുണ്ടാകാൻ കാര്യം. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ജനങ്ങൾക്കൊപ്പം നിൽക്കുമ്പോൾ ഈ ഗവൺമെന്റിനെ കരിവാരിത്തേക്കാൻ വേണ്ടി വളരെ ആസൂത്രിതമായ നീക്കം നടത്തുകയാണ്. റേഷൻ വിതരണം അട്ടിമറിച്ച കേന്ദ്ര ഗവൺമെന്റ് നടപടി പിൻവലിക്കുക, തൊഴിലുറപ്പ് പദ്ധതി തീർക്കാനുള്ള നീക്കത്തെ ചെറുക്കുക, BJPയും RSSും നടത്തുന്ന വർഗീയ ഫാസിസത്തിനെതിരെ അണിനിരക്കുക, ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന പിണറായി സർക്കാരിനെതിരെ UDF, BJP മാധ്യമക്കൂട്ടുകൾ നടത്തുന്ന അപവാദ പ്രചരണങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജാഥ നടക്കുന്നത്. കട്ടപ്പനയിലെത്തിയ ജാഥയ്ക്ക് ഉജ്ജ്വല സ്വീകരണമാണ് പ്രവർത്തകർ നൽകിയത്. യോഗത്തിൽ KN ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. നേതാക്കളായ KR സോദരൻ, VR സജി, KN ഉഷ, മാത്യു ജോർജ്, VK സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. പെരിയാർ കടുവാ സങ്കേതം ഉൾപ്പെടെ സംസ്ഥാനത്തെ മുഴുവൻ വനമേഖലകളിലും ആനകളുടെ കണക്കെടുപ്പ് നാളെ തുടങ്ങും. കണക്കെടുപ്പ് 19-ാം തീയതി വൈകിട്ട് സമാപിക്കും. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്ത് മുഴുവൻ ഒരേ സമയത്ത് ആനകളുടെ കണക്കെടുപ്പ് നടത്തുന്നത്. പെരിയാർ വന്യജീവി സങ്കേതത്തിലെ തേക്കടി, പെരിയാർ, വള്ളക്കടവ്, അഴുത, പമ്പ റേഞ്ചുകൾ ഉൾപ്പെടുന്ന 925 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിലാണ് നാളെ കണക്കെടുപ്പ് തുടങ്ങുന്നത്. വനമേഖലയെ 5 മുതൽ 7 വരെ കിലോമീറ്റർ വിസ്തൃതിയിലുള്ള 50 ബ്ലോക്കുകളായി തിരിച്ചാണ് കണക്കെടുപ്പ്. ഓരോ ബ്ലോക്കിലും 3-ൽ കുറയാത്ത വനപാലകർ നേതൃത്വം നൽകും. നേരിൽ കാണുന്ന ആനകളുടെ എണ്ണമാണ് ആദ്യ ദിവസം ശേഖരിക്കുക. 2-ാം ദിനത്തിൽ ആനത്താരകൾ വഴി സഞ്ചരിച്ച് വിവരശേഖരണം നടത്തും. 3-ാം ദിനത്തിൽ ആനകൾ വെള്ളം കുടിക്കാനെത്തുന്ന പ്രദേശങ്ങൾ കേന്ദ്രീകരിക്കും. ഒറ്റഘട്ടമായി മുമ്പ് 2012-ലാണ് ഇത്തരത്തിൽ കണക്കെടുപ്പ് നടന്നത്. ജീവനക്കാർ ശേഖരിക്കുന്ന വിവരങ്ങൾ പെരിയാർ ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷന് കീഴിൽ ക്രോഡീകരിച്ച് വിശകലനം നടത്തിയ ശേഷമാകും അന്തിമ നിഗമനത്തിലെത്തുക. കണക്കെടുപ്പ് ജോലിക്കായി നിയോഗിക്കപ്പെട്ട ജീവനക്കാർ ഉൾവനത്തിലേക്ക് ഇന്ന് രാവിലെ തേക്കടിയിൽ നിന്ന് യാത്ര തിരിച്ചു. ചെറുകിട തേയില കർഷകരുടെ കൊളുന്തെടുക്കാൻ ഫാക്ടറികൾ വിസമ്മതിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. തേയില കർഷക ഫെഡറേഷന്റെ നേതൃത്വത്തിൽ 29-ാം തീയതി കർഷകർ പീരുമേട് ടീ ബോർഡ് ഓഫീസ് ഉപരോധിക്കും. ചെറുകിട തേയില കർഷകരുടെ പച്ചക്കൊളുന്തെടുക്കാൻ ഫാക്ടറികൾ വിസമ്മതിക്കുന്നത് മൂലം കോടികളുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടായിരിക്കുന്നത്. കൃഷിയിടങ്ങളിൽ നിന്ന് കൊളുന്തെടുത്താൽ വാങ്ങാൻ ആളില്ലാതെയും കൊളുന്ത് നുള്ളാതിരുന്നാൽ കൃഷി നശിക്കുന്നതിനാലും
ജില്ലയിലെ 13,000-ഓളം ചെറുകിട തേയില കർഷക കുടുംബങ്ങൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. തേയിലപ്പൊടിയുടെ വിപണി വിലയ്ക്ക് ആനുപാതികമായി പച്ചക്കൊളുന്തിന് വില നൽകണമെന്ന കർഷകരുടെ ആവശ്യം ശക്തിപ്പെട്ടതിനെ തുടർന്നാണ് ഫാക്ടറികൾ ഒന്നടങ്കം കർഷകർക്കെതിരെ തിരിഞ്ഞത്. തേയിലപ്പൊടിക്ക് അടിക്കടി വില കൂടുകയും പച്ചക്കൊളുന്തിന് വില ഇടിയുകയും ചെയ്യുന്ന ദ്വിമുഖ സിദ്ധാന്തമാണ് ഇടുക്കിയിലെ 44 ഫാക്ടറികളും ടീ ബോർഡിന്റെ സഹായത്തോടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ തേയില കർഷക ഫെഡറേഷന്റെ നേതൃത്വത്തിൽ മെയ് 29-ാം തീയതി കർഷകർ പീരുമേട് ടീ ബോർഡ് ഓഫീസ് ഉപരോധിക്കും. ചെറുകിട തേയില കർഷക ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ഈ 29-ാം തീയതി പീരുമേട് ടീ ബോർഡ് ഓഫീസ് ഞങ്ങൾ ഉപരോധിക്കുകയാണ്. കർഷകർ പാടുപെട്ട് വളർത്തിയ കൃഷിയിൽ നിന്നും കൊളുന്തെടുക്കാനോ കൊളുന്തെടുക്കാതിരിക്കാനോ കഴിയാത്ത ധർമ്മസങ്കടത്തിലാവപ്പെട്ടിരിക്കുകയാണ് ഞങ്ങൾ. കൃഷി ഇടുക്കി ജില്ലയിലെ 44 ഫാക്ടറികളും ബോധപൂർവം കർഷകരെ ഇടിച്ചു തകർക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇതിന്റെ പിന്നിൽ നിന്ന് ഞങ്ങൾ സംശയിക്കുന്നത്. കൊടും വരൾച്ചയെ തുടർന്നുണ്ടായ വിലത്തകർച്ചയും കൊളുന്ത് തള്ളലും കാർഷിക മേഖലയിൽ കൊടും വറുതിയാണ് വിധിച്ചിരിക്കുന്നത്. 21 രൂപയിൽ നിന്നും 2.5 രൂപയിൽ വിലയിടിച്ചും വില കൊടുക്കാതെയും കർഷകരെ സമ്മർദ്ദത്തിലാക്കി കൃഷി ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്ന തന്ത്രമാണ് ഫാക്ടറികളും വൻകിട തോട്ടങ്ങളും സ്വീകരിക്കുന്നത്. കൊളുന്തെടുക്കാൻ വിസമ്മതിക്കുന്ന ഫാക്ടറികളുടെ മുമ്പിൽ കർഷക കുടുംബങ്ങൾ പട്ടിണി സമരം നടത്തുമെന്നും ഫെഡറേഷൻ ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ഫെഡറേഷൻ പ്രസിഡന്റ് വൈസി സ്റ്റീഫൻ, ഭാരവാഹികളായ സെബാസ്റ്റ്യൻ മരുതൂർ, പി മാത്യു, ഷിജ ഫിലിപ്പ്, ജ്ഞാന ശിഖാമണി, ഫിലിപ്പ് പൂവത്തുംതറയിൽ, ധനഞ്ജയൻ എന്നിവർ പങ്കെടുത്തു. കട്ടപ്പന നഗരസഭയ്ക്ക് അഭിമാനമായി തകിടിയേൽ ഗിരിശങ്കർ എസ്. കഴിഞ്ഞ +2 പരീക്ഷയിൽ മുഴുവൻ മാർക്ക് നേടിയാണ് ഗിരിശങ്കർ നാടിന് അഭിമാനമായി മാറിയത്. കട്ടപ്പന തകടിയിൽ ഷാജുമോൻ വീറ്റിയുടെയും ശ്രീകലയുടെയും ഏക മകനാണ് വെള്ളയാങ്കുടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗിരിശങ്കർ. 10ാം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ശാന്തിഗ്രാം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്നുമാണ്. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയായിരുന്നു വിജയിച്ചത്. പഠനത്തിനൊപ്പം പാഠ്യേതര വിഷയങ്ങളിലും ഗിരിശങ്കർ മുൻപന്തിയിലാണ്. 2015-2016 വർഷങ്ങളിൽ സംസ്ഥാന ഗണിതശാസ്ത്ര മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയിരുന്നു. 2016-ൽ 42ാമത് ജവഹർലാൽ നെഹ്റു നാഷണൽ മാത്സ് ഫെസ്റ്റിൽ കേരളത്തെ പ്രതിദാനം ചെയ്യാനും ഈ കൊച്ചുമിടുക്കന് സാധിച്ചു. കഴിഞ്ഞ 2 വർഷം കട്ടപ്പന ദർശന അക്കാദമിയിൽ നിന്നും ലഭിച്ച കോച്ചിങ്ങും വെള്ളയാങ്കുടി സ്കൂളിലെ അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും സഹായങ്ങളുമാണ് തന്റെ വിജയത്തിന് കാരണമെന്നും ഗിരിശങ്കർ പറഞ്ഞു. ആദ്യം തന്നെ എനിക്ക് നന്ദി പറയാനുള്ള അച്ഛനോടും അമ്മയോടാണ്. കാരണം അവരാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് ഇത്രയും ഇൻസ്പിറേഷൻ തന്ന അച്ഛനും അമ്മയാണ്. ഞാൻ എന്താവശ്യപ്പെട്ടാലും എനിക്ക് അത് അപ്പോഴും മേടിച്ചു തരും. ബുക്സ് ആണെങ്കിലും എന്ത് വേണമെന്ന് പറഞ്ഞാലും. അതുപോലെ തന്നെ ഇഷ്ടം പോലെ പൈസ മുടക്കി ദർശനയിൽ കൊണ്ട് ചേർത്തു. എനിക്ക് ഏറ്റവും ലൈഫിൽ തന്ന ഏറ്റവും നല്ല ഇതെന്ന് പറഞ്ഞത് എന്നെ വെള്ളയാങ്കുടി കൊണ്ട് ചേർത്തതാണ്. വെള്ളയാങ്കുടി ടീച്ചേഴ്സ്, എല്ലാ ടീച്ചേഴ്സും എനിക്ക് എന്ത് ബെസ്റ്റായിട്ട് തരുമോ അത് ഏറ്റവും ബെസ്റ്റായിട്ടാണ് അവർ തന്നത്. പിന്നെ ടീച്ചേഴ്സ് എനിക്ക് ഫെയറിന് പോകാനായിട്ട് ഒത്തിരി സഹായിച്ചു ടീച്ചേഴ്സ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഗ്രേസ് മാർക്ക് ഒത്തിരി നേടാനും സഹായിച്ചു. പഠനത്തിനൊപ്പം ബാഡ്മിന്റൺ, വായന എന്നിവയ്ക്കും പ്രത്യേക പ്രാധാന്യം നൽകുന്നുണ്ട്. ഫുൾ ടൈം പഠനത്തിന് ശ്രദ്ധ നൽകിയിരുന്നില്ലെന്നും ഗിരിശങ്കർ പറയുന്നു. ഗിരിശങ്കറിന്റെ പിതാവ് ഷാജിമോൻ നെടുങ്കണ്ടം പോളിടെക്നിക്കിലെയും മാതാവ് ശ്രീകല നെടുങ്കണ്ടം ഗവൺമെന്റ് സ്കൂളിലെയും അധ്യാപകരാണ്. ഇനി എൻട്രൻസിന് പോകാനാണ് താല്പര്യമെന്നും കണക്ക് റിസർച്ച് നടത്താനും താല്പര്യമുണ്ടെന്നും ഗിരിശങ്കർ പറഞ്ഞു. വാർഡ് കൗൺസിലർ ജിജി സാബു ഗിരിശങ്കറിന്റെ വീട്ടിലെത്തി പൊന്നാടി അണിയിച്ച് ആദരിച്ചു. നമ്മുടെ നാടിൻ്റെ തന്നെ ഒരു അഭിമാനമാണ്. ഈ കുഞ്ഞിനെ വളർത്തി വലുതാക്കിയ പേരൻസിന് പ്രത്യേകമായ വാർഡിൻ്റെ പേരിലും മുനിസിപ്പാലിറ്റിയുടെ പേരിലുമുള്ള അഭിനന്ദനങ്ങൾ നേരുന്നു. ഉജ്ജ്വല വിജയം കരസ്ഥമാക്കിയ ഗിരിശങ്കറിന്റെ വീട്ടിൽ നിരവധി പേരാണ് അഭിനന്ദനങ്ങളുമായി എത്തുന്നത്. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ദിനംപ്രതി രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു. എന്നാൽ നിലവിലുള്ള ഡോക്ടർമാർ അവധിയിൽ പോയതും പുതിയ ഡോക്ടർമാരെ നിയമിക്കാത്തതും രോഗികളെ വലയ്ക്കുകയാണ്. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ദിനംപ്രതി 500-ന് മുകളിലും 800-ന് താഴെയുമുള്ള രോഗികളാണ് വിവിധ രോഗങ്ങൾക്ക് ചികിത്സ തേടുന്നതിനായി എത്തുന്നത്. ഡോക്ടർമാരുടെ കുറവ് രോഗികളെ ബുദ്ധിമുട്ടിക്കുന്നു. ഡോക്ടർമാർ സ്ഥിരം അവധിയെടുക്കുന്നതും രോഗികളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. ഒരേ രോഗത്തിനുള്ള വിദഗ്ധ ഡോക്ടർമാർ ഒന്നിച്ച് അവധിയെടുക്കുന്നതാണ് രോഗികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. പുതിയ ഡോക്ടർമാരെ അധികൃതർ നിയമിക്കേണ്ട സമയം കഴിഞ്ഞു. എന്നാൽ അധികൃതർ ഇതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നും രോഗികൾ ആക്ഷേപിക്കുന്നു. ഒരു രക്ഷയില്ല. ഇവിടെ വന്ന ഡോക്ടർമാരില്ല. ഡോക്ടർ പുറത്തേക്ക് എന്നാണ് ഇവിടെ പറഞ്ഞത്. അതാണ് സംഭവം. എല്ലാ ദിവസവും തന്നെയാണ് സംഭവം. ചേട്ടൻ എന്തിൻ്റെ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നത്? എൻ്റെ ഡോക്ടറെ കാണാമെന്നാണ്. എൻ്റെ കാല് വിളിക്കിരുന്നിട്ട് രാവിലെ 6 മണിക്ക് വിളിക്കാൻ അറിയാം. ഇതുവരെ ഡോക്ടർ വന്നിട്ടില്ല. ഇത് ഒരു ചികിത്സയ്ക്ക് ഒരു തയ്യാറാവുന്നു. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിൽ പച്ചക്കറി വിത്തുകളും ഗ്രോ ബാഗും വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു.
വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിലാണ് JLG അംഗങ്ങൾക്ക് സൗജന്യമായി ഗ്രോ ബാഗും വിത്തും വിതരണം ചെയ്തത്. സമൃദ്ധി 2017 എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതി വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർ ജിജോ ജോസ് പദ്ധതി വിശദീകരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, CDS അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീ യൂണിറ്റുകളിലെ 360 JLG ഗ്രൂപ്പിലെയും അംഗങ്ങൾക്ക് 25 ഗ്രോ ബാഗും വിത്തും സൗജന്യമായി വിതരണം ചെയ്തു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് മേറ്റുമാർക്കായി പരിശീലനം നടന്നു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു ജോർജ് പരിശീലന ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ല, അതിനേക്കാൾ അപ്പുറം ചെറിയ കൂലിക്ക് ജോലി ചെയ്യുന്ന ആളുകൾ എന്ന നിലയിൽ അവർ ഈ സമൂഹത്തിന് വലിയ സംഭാവനകൾ ചെയ്യുന്നവരാണ് എന്ന് പറയാനും പഠിപ്പിക്കാനും ബോധ്യപ്പെടുത്താനും കഴിയുന്നതുപോലെ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ അംഗീകാരം സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനെല്ലാം കഴിയുന്നതുപോലെ നമ്മളുടെ മേറ്റുമാരാണ് അത്തരം പ്രവർത്തനങ്ങളിലെല്ലാം മുൻകൈയെടുത്ത് ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യും. ഈ മാസം 18-നാണ് കാഞ്ചിയാർ പഞ്ചായത്തിൽ തൊഴിലുറപ്പ് ജോലികൾ ആരംഭിക്കുന്നത്. ഇതിനു മുന്നോടിയായാണ് പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചത്. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ജോലി ഏറ്റെടുത്താണ് തൊഴിലുറപ്പ് ആരംഭിക്കുന്നത്. പടുതാക്കുളം, ആട്ടിൻകൂട്, റോഡ് കോൺക്രീറ്റ്, തോടും വെള്ളവും സംരക്ഷണ ജോലികൾ എന്നിവയും ഈ വർഷം തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രോഗപ്രതിരോധ മരുന്നുകൾ ഉൾപ്പെടുന്ന കിറ്റുകൾ പഞ്ചായത്ത് സൈറ്റിൽ എത്തിച്ചു നൽകും. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം തങ്കമണി സുരേന്ദ്രൻ പരിശീലന ക്ലാസ്സിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിലെ അക്കൗണ്ടന്റ് സജി ക്ലാസ് നയിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. മൂന്നാർ തലയാർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഭണ്ഡാരം തകർത്ത് പണം അപഹരിച്ചു. കുരിശടിയിലെ നേർച്ചക്കുറ്റിയാണ് ഇന്ന് പുലർച്ചെ തകർത്ത നിലയിൽ കണ്ടെത്തിയത്. മൂന്നാർ ഉദുമൽപ്പെട്ട അന്തർ സംസ്ഥാന പാതയോരത്തുള്ള തലയാർ സെന്റ് ആന്റണീസ് കത്തോലിക്ക പള്ളി കുരിശടിയിൽ സ്ഥാപിച്ചിരുന്ന നേർച്ചക്കുറ്റിയാണ് മോഷ്ടാവ് തകർത്തത്. ഇന്ന് രാവിലെ കുരിശടിയിൽ പ്രാർത്ഥിക്കാനെത്തിയവരാണ് നേർച്ചക്കുറ്റി തകർന്നു കിടക്കുന്നതായി കണ്ടെത്തിയത്. ഇവർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഇടവക സമിതി അംഗങ്ങൾ നടത്തിയ പരിശോധനയിൽ ഭണ്ഡാരത്തിൽ നിന്നും നേർച്ചപ്പണം മോഷണം പോയതായി കണ്ടെത്തി. ചർച്ചയ്ക്ക് வந்து பார்க்கையில் அந்தோனியஸை வந்து தொட்டு கும்பிட்டு நாங்கள் பார்க்கோம். வந்து உண்டியில் உடஞ்சிருந்துச்சு. என்னடன்னு எங்களுக்கே ரொம்ப பயமாகி போச்சு. என்னென்னு பார்க்க உண்டியில் உடஞ்சிருக்கு. இருந்த காசு ஒருபாடு காசு இருந்திருக்கும். இதில் வண்டி போக்குவரத்து ஓவராக இருக்கும். வந்து இங்கே வந்து அந்தோனியஸை கும்பிட்டு எல்லாம் உண்டியில் போட்டு போகக்கூடியவங்க இருக்காங்க. வந்து இதை பல நாள் பார்த்தோன்னா இதை உடச்சி எடுத்துருக்கணும். வந்து பார்த்தோன்னா எங்களுக்கு ரொம்ப இதாகி போச்சு. உடனே நாங்கள் അച്ഛനെ കൂട്ടി ചൊല്ലിയിരിക്കோம். തിങ്കളാഴ്ച രാത്രിയോടെയാണ് മോഷണം നടന്നതെന്നാണ് പ്രാഥമിക നിഗമനം. വൈദികൻ പള്ളിയിൽ ഇല്ലാത്ത സമയം മുതലെടുത്താണ് മോഷണം നടത്തിയിരിക്കുന്നത്. നെടുങ്കണ്ടം തേർഡ് ക്യാമ്പ് അങ്കണവാടിയിൽ വിതരണം ചെയ്ത ഭക്ഷ്യവസ്തുക്കളിൽ പുഴുവിനെ കണ്ടെത്തി. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മയില്ലായ്മ നേരത്തെ ബോധ്യപ്പെട്ടിട്ടും ICDS അധികൃതർ നടപടി സ്വീകരിച്ചില്ലെന്ന ആരോപണവും ശക്തമാണ്. പാമ്പാടംപാറ പഞ്ചായത്തിലെ 6-ാം വാർഡ് തേർഡ് ക്യാമ്പ് കോളനിയിൽ പ്രവർത്തിക്കുന്ന 68-ാം നമ്പർ അങ്കണവാടിയിൽ നിന്ന് വിതരണം ചെയ്ത റവയിലാണ് പുഴുവിനെ കണ്ടെത്തിയത്. അങ്കണവാടിയിലെത്തുന്ന കുട്ടികൾ, മുലയൂട്ടുന്ന അമ്മമാർ, ഗർഭിണികൾ, കൗമാരക്കാർ തുടങ്ങിയവർക്കെല്ലാം വിതരണം ചെയ്യുന്നതിനായി എത്തിച്ച ഭക്ഷ്യവസ്തുവാണിത്. യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെയാണ് കമ്പനി ഉൽപ്പന്നങ്ങൾ വിതരണം നടത്തുന്നതെന്ന ആരോപണവും ശക്തമാണ്. കഴിഞ്ഞ ദിവസം അങ്കണവാടിയിൽ നിന്നും റവ ലഭിച്ച ഉപഭോക്താക്കൾ വീട്ടിലെത്തി നോക്കിയപ്പോഴാണ് പുഴുക്കളെ കണ്ടെത്തിയത്. ഇതേ റവ തന്നെയാണ് പാകപ്പെടുത്തിയ ശേഷം അങ്കണവാടിയിൽ എത്തുന്ന കുട്ടികൾക്ക് നൽകിയിരുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 15-നാണ് റവ അടക്കമുള്ള ഭക്ഷ്യവസ്തുക്കൾ അങ്കണവാടിയിൽ എത്തിച്ചത്. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വിവിധ അങ്കണവാടികളിൽ ഈ കാലയളവിൽ ഇതേ കമ്പനിയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്തിരുന്നു. പല സ്ഥലങ്ങളിലും റവയിൽ പുഴുവിനെ കണ്ടെത്തിയതിനെ തുടർന്ന് ഇവ കമ്പനിയിലേക്ക് തിരികെ അയച്ചിരുന്നു. എന്നാൽ കുട്ടികളും ഗർഭിണികളും അടക്കമുള്ളവർക്ക് വിതരണം ചെയ്യേണ്ട ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഇല്ലായ്മ ബോധ്യപ്പെട്ടിട്ടും നടപടി സ്വീകരിക്കുവാൻ ICDS അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ല. ഇത് ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇപ്പോൾ മാത്രമാണ്. ഇതുമായി ബന്ധപ്പെട്ട ആളുകളോട് ഇതിന് വിസ്തീർണം ചോദിക്കുകയും മേൽ കുറ്റമറ്റ രീതിയിലുള്ള ഭക്ഷ്യയോഗ്യമായ ഭക്ഷണപദാർത്ഥങ്ങൾ വിതരണം ചെയ്യുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ബന്ധപ്പെട്ട അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് തുടർന്നുള്ള സമയങ്ങളിലും നല്ല രീതിയിലുള്ള സാധനങ്ങൾ അംഗനവാടികൾക്ക്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിൻ്റെ അതുപോലും ഇങ്ങനെ കൃത്രിമം കാണിച്ച് ലാഭം കൂടുതൽ കൊയ്യുന്നതിന് വേണ്ടിയുള്ള കമ്പനിക്കൊക്കെ വേണ്ടി സപ്പോർട്ട് ചെയ്യാതെ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്നും കൂടെ അതിൻ്റെ ഒരു നല്ല കാഴ്ചപ്പാടുണ്ടാകണം. ഗുണമേന്മയില്ലായ്മയെക്കുറിച്ച് ആരോഗ്യവകുപ്പിൽ അറിയിപ്പ് നൽകാൻ പോലും നെടുങ്കണ്ടം ICDS ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ലെന്ന ആരോപണവും ശക്തമാണ്. ഗുണമേന്മയില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്ത കമ്പനിക്കെതിരെയുള്ള റിപ്പോർട്ട് ഉദ്യോഗസ്ഥർ ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൈമാറും. പാമ്പാടംപാറ ഹെൽത്ത് ഇൻസ്പെക്ടർ KA മാത്യു, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ വേണു, മനോജ്, അമ്പാൻ, ബ്ലോക്ക് കോർഡിനേറ്റർ സണ്ണി എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടത്തിയത്.
മികച്ച ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും ഇവർ പറഞ്ഞു. ഉപ്പുതറയിൽ റോഡിൽ നിന്ന് പൊടിപടലങ്ങൾ ഉയരുന്നത് വ്യാപാരികളെ വലയ്ക്കുന്നു. മഴയത്ത് ഉയർന്ന സ്ഥലങ്ങളിലെ മണ്ണൊഴുകി വന്ന് റോഡിൽ അടിഞ്ഞുകൂടുന്നതാണ് പൊടിപടലം ഉയരാൻ കാരണം. ഉപ്പുതറയിൽ വാഹനം കടന്നു പോകുമ്പോഴും കാറ്റ് വീശിയടിക്കുമ്പോഴും വ്യാപാര സ്ഥാപനങ്ങളിൽ ഇരിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. 9 ഏക്കർ പോലുള്ള പ്രദേശങ്ങളിൽ നിന്ന് മഴവെള്ളത്തോടൊപ്പം ചെളി ഒഴുകിയെത്തി റോഡിൽ അടിഞ്ഞുകൂടുകയും ഉണങ്ങിക്കഴിയുമ്പോൾ പൊടിപടലങ്ങളായി മാറുകയുമാണ്. കഴിഞ്ഞ വേനൽ മഴയിലാണ് റോഡിൽ ഇത്രയധികം മണ്ണ് അടിഞ്ഞുകൂടിയത്. വാഹനം കടന്നു പോകുമ്പോഴാണ് പൊടിപടലങ്ങൾ കൂടുതലായും ഉയരുന്നതും. പൊടിപടലം ഉയരുന്നതിനാൽ കാൽനട യാത്രക്കാരും ദുരിതത്തിലാണ്. വ്യാപാര സ്ഥാപനങ്ങളിൽ വിൽപ്പന സാധനങ്ങൾ ഒന്നും പുറത്തിറക്കി വെക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഈ 9 ഏക്കർ റോഡിൽ കൂടെ ഒഴുകി വരുന്ന മുഴുവൻ വെള്ളവും ടൗണിലെ റോഡ് ഓടയിൽ കൂടെ പോകേണ്ട വെള്ളം കംപ്ലീറ്റ് റോഡിൽ കൂടെ നിരന്നൊഴുകുന്ന മൂലം വെള്ളവും ചെളിയും എല്ലാം കൂടെ വന്ന് ഈ മണ്ണ് ഇവിടെ റോഡിൽ അടിഞ്ഞു കിടക്കുന്നത് മൂലം വെയിലുദിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ പൊടി അങ്ങ് പറന്നിട്ട് പുറത്ത് ഡിസ്പ്ലേ ചെയ്യുന്ന സാധനങ്ങളിലെല്ലാം പറ്റിപ്പിടിക്കുകയും അതുകൂടാതെ ഈ പലചരക്കടയിലും ബേക്കറിയിലും ഹോട്ടലിലേക്കുമൊക്കെ മണ്ണടിച്ച് കയറുന്നത് ഭക്ഷ്യ സാധനങ്ങളിൽ പോലും മോശമാകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. കൂടാതെ ജനത്തിന് ഈ ശ്വാസതടസ്സം ഉണ്ടാകാൻ വരെ ഇത് കാരണമാകുന്നുണ്ട്. ഇതിന് അടിയന്തരമായി നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുന്നു. പൊടിപടലം ഉയരുന്നത് ശ്വാസകോശ സംബന്ധമായ രോഗത്തിനും ഇടയാക്കുന്നു. മലമുകളിൽ നിന്നും എത്തുന്ന മഴവെള്ളം ഓടയിലൂടെ ഒഴുകാതെ റോഡിലൂടെ ഒഴുകുന്നതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. അടിയന്തരമായി വെള്ളം ഓടയിലൂടെ ഒഴുക്കിവിടാനുള്ള സംവിധാനം ഒരുക്കണമെന്നാണ് വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ആവശ്യം. 50 വർഷത്തെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാൻ ഗ്രാമവാസികൾ ഒന്നിച്ചു. അടിമാലി പകുതിപ്പാലം 7ാം കൂപ്പ് റോഡ് കോൺക്രീറ്റ് ചെയ്യാനാണ് പ്രദേശവാസികൾ ഒന്നിച്ചത്. യാത്രായോഗ്യമായ ഒരു റോഡ് എന്ന ആവശ്യവുമായി അരനൂറ്റാണ്ടായുള്ള കാത്തിരിപ്പിനാണ് പകുതിപ്പാലം 7ാം കൂപ്പ് നിവാസികൾക്ക് താൽക്കാലിക ആശ്വാസമാകുന്നത്. റോഡെന്ന പ്രദേശവാസികളുടെ ആവശ്യം ജനപ്രതിനിധികളും പഞ്ചായത്തും അവഗണിച്ചതോടെ നാട്ടുകാർ റോഡ് കോൺക്രീറ്റ് ചെയ്യുകയായിരുന്നു. 100 കണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് 8 കിടപ്പി രോഗികളും 2 ക്യാൻസർ രോഗികളുമാണുള്ളത്. റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ഓട്ടോറിക്ഷകൾ പോലും കടന്നു വരാതായി. ഈ സാഹചര്യത്തിൽ 350 രൂപയോളം മുടക്കി ജീപ്പിലാണ് രോഗികളെ ആശുപത്രികളിൽ എത്തിക്കുന്നത്. ഒരു 5-8 കിടപ്പ് രോഗികളും 1-2 ക്യാൻസർ രോഗികളും അടങ്ങുന്ന ഏരിയയാണ് ഈ ഭാഗം. ഞങ്ങൾക്ക് നിലവിൽ ഒരു ടാക്സി ജീപ്പ് വിളിക്കണമെങ്കിൽ 350 രൂപയോളം കീരിത്തോട്ടിൽ നിന്ന് ഇവിടെ വരുന്നതിന് മുടക്കാകും. ഉദ്ദേശം ഒരു 80 രൂപ ഓട്ടോറിക്ഷ വന്നുകൊണ്ടിരുന്നതാണ്. നിലവിൽ ഇപ്പോൾ വഴി തീരെ ശോചനീയാവസ്ഥ കാരണം അവരാരും വരില്ല. കാലിയായിട്ട് ഓട്ടോറിക്ഷ പോലും വരില്ല. കഴിഞ്ഞ ദിവസം ഒരു ഓട്ടോറിക്ഷ വന്ന് മറിയാൻ തുടങ്ങിയതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ നാട്ടുകാർ കുറേ പേര് സംഘടിച്ച് കൂലിപ്പണി മക്കളെല്ലാവരും കൂലിപ്പണിക്ക് പോവുകയാണ്. പ്രായമായ കാരണന്മാർ വീട്ടിലുള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും സംഘടിച്ച് കുറേ പൈസ ഫണ്ട് സ്വരൂപിക്കുകയും താഴെ താമസിക്കുന്ന ഒരു ബഷീർ നാസർക്ക കുറച്ച് സിമെൻറ്റ് വാങ്ങി തന്ന് സഹായിക്കാമെന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്നലെയും ഇന്നുമായിട്ട് 2-3 ദിവസമായിട്ട് മണൽ പെരപണിയാൻ വാങ്ങിയിട്ട് ഒരു സഹോദരൻ മണൽ തന്ന് സഹായിക്കുകയും കഞ്ഞിക്കുഴിയിൽ നിന്ന് മിറ്റിലിറക്കുകയും ചെയ്ത് ഞങ്ങളൊരു പൊതുപ്പണിയായിട്ട് എല്ലാവരും കൂടി സഹകരിച്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. കാലാകാലങ്ങളിൽ മാറി വരുന്ന സർക്കാരുകൾ ഇലക്ഷൻ സമയത്ത് വന്നേച്ച് വോട്ട് ചെയ്യുകയോ വഴി നന്നാക്കാമെന്ന് പറഞ്ഞു തന്ന വാഗ്ദാനങ്ങളല്ലാതെ നാളിതുവരെ ഞങ്ങൾക്ക് ഒരു ആനുകൂല്യയുടെ വഴിയുടെ പദ്ധതിയായിട്ടില്ല. 48 വർഷം മുമ്പ് കൂപ്പുപണിക്കായി നിർമ്മിച്ച റോഡ് നാളിതുവരെയായിട്ടും ടാറിംഗ് നടത്താതെ കിടക്കുകയായിരുന്നു. പഞ്ചായത്ത് പ്രാദേശിക വികസനത്തിൽ പോലും ഈ റോഡിനെ ഉൾപ്പെടുത്തിയിട്ടുമില്ല. ഇതോടെയാണ് പൊളിഞ്ഞുകിടന്ന പ്രധാന ഭാഗങ്ങൾ മാത്രം കോൺക്രീറ്റ് ചെയ്ത് താൽക്കാലിക പരിഹാരം കണ്ടെത്തിയത്. മഴക്കാലം മുമ്പിൽ കണ്ടുകൂടിയാണ് പെട്ടെന്ന് കോൺക്രീറ്റ് നടത്തുവാൻ നാട്ടുകാർ തീരുമാനിച്ചത്. സംസ്ഥാന റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറത്തിന്റെ മികച്ച ഡ്രൈവർക്കുള്ള അവാർഡ് കൊച്ചുകാമാക്ഷി സ്വദേശി എബ്രഹാം ജോണിന് ലഭിച്ചു. അപകടരഹിതമായ 32 വർഷത്തെ സേവനമാണ് സ്വകാര്യ ബസ് ഡ്രൈവറായ എബ്രഹാം ജോണിനെ അവാർഡിന് അർഹനാക്കിയത്. മന്ത്രിമാരും നിയമസഭാ സാമാജികരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ജഡ്ജിമാരും പങ്കെടുത്ത് ഈ മാസം ആദ്യവാരം മലപ്പുറം ടൗൺ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് സംസ്ഥാന റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറത്തിന്റെ മികച്ച ഡ്രൈവർക്കുള്ള പുരസ്കാരം പൊയ്കയിൽ എബ്രഹാം ജോൺ ഏറ്റുവാങ്ങിയത്. 32 വർഷമായി ജില്ലയിൽ സ്വകാര്യ ബസ് ഡ്രൈവറായ ഇദ്ദേഹം ഇതിനോടകം 200ഓളം പേരെ ഡ്രൈവിംഗ് പരിശീലിപ്പിച്ചിട്ടുമുണ്ട്. ദൈവത്തിന്റെ ഒരു പ്രത്യേക അനുഗ്രഹമാണ് ഈ അവാർഡിന് എന്നെ അർഹനാക്കിയത്. 217 പേരെ ഡ്രൈവിംഗ് പഠിപ്പിച്ച് ലൈസൻസ് എടുത്തു കൊടുത്തു. ആരിൽ നിന്നും പ്രതിഫലമൊന്നും കൈപ്പറ്റിയിട്ടില്ല. കൃത്യതയോടെയും തികഞ്ഞ ആത്മാർപ്പണത്തോടെയുമുള്ള പ്രവർത്തനമാണ് ഭർത്താവിനെ അവാർഡിന് അർഹനാക്കിയതെന്ന് എബ്രഹാം ജോൺ എന്ന കുഞ്ഞുമോന്റെ ഭാര്യ മോളി പറയുന്നു. അദ്ദേഹത്തിന് ജോലിയോടുള്ള ആത്മാർത്ഥതയും സത്യസന്ധതയും ഒന്നുകൊണ്ട് മാത്രമാണ് ഈ അവാർഡിന് അദ്ദേഹത്തിന് അർഹനായത്. കൊച്ചുകാമാക്ഷി തേനാലിക്കട സ്വദേശിയായ കുഞ്ഞുമോനെ പ്രദേശവാസികളിൽ പലരും അറിയില്ല. കാരണം നേരം പുലരും മുമ്പ് സ്വകാര്യ ബസ്സിൽ ഡ്രൈവറായി ജോലിക്ക് പോകുന്ന കുഞ്ഞുമോൻ രാത്രി വളരെ വൈകിയാണ് മടങ്ങിയെത്താറുള്ളത്. എന്തായാലും പിതാവിന് ലഭിച്ച പുരസ്കാരത്തിന്റെ സന്തോഷത്തിലാണ് മക്കളായ ജോമിയും എബിനും. ഈ അവാർഡ് കിട്ടി വളരെ സന്തോഷമുണ്ട്. പതിറ്റാണ്ടുകളായി വാഹനമോടിക്കുന്ന കുഞ്ഞുമോൻ നാളിതുവരെ പുകയില, മദ്യം തുടങ്ങിയവ ഉപയോഗിച്ചിട്ടില്ല. മാത്രവുമല്ല ഇതുവരെ ചെറിയ അപകടം പോലും സംഭവിച്ചിട്ടുമില്ല. ഇതൊക്കെയാണ്
കൊച്ചുകമാഷിക്കാരനായ പൊയ്കയിൽ എബ്രഹാം ജോൺ എന്ന കുഞ്ഞുമോനെ അവാർഡിന് അർഹനാക്കിയത്. അടിമാലി ടൗണിലെ ഗതാഗതക്കുരുക്കിന് ഇനിയും അറുതിയായില്ല. ടൗണിലും പരിസര പ്രദേശങ്ങളിലുമുള്ള അനധികൃത വാഹന പാർക്കിംഗാണ് ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നത്. ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ ഇറക്കുന്ന വഴിയിലാണ് അനധികൃത പാർക്കിംഗ് പതിവ് കാഴ്ചയായിരിക്കുന്നത്. ചെറിയ വാഹനങ്ങൾ നീളത്തിൽ നിർത്തിയിട്ടിരിക്കുന്നതിനാൽ കാൽനടയാത്ര പോലും ഇവിടെ സാധ്യമല്ല. കൂടാതെ വൺ വേ തെറ്റിച്ചുള്ള വാഹനങ്ങളുടെ കടന്നുവരവും ബസ് സർവീസിനെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. പതിവ് സമയം തെറ്റിക്കാതെ എത്തുന്നതിനുള്ള ബസ്സുകളുടെ മരണപ്പാച്ചിലും ഈ പ്രദേശത്ത് ഭീതി വിതയ്ക്കുമ്പോഴാണ് അനധികൃത പാർക്കിംഗും ഇവിടെ പതിവാകുന്നത്. പാർക്കിംഗ് തടയുന്നതിനുള്ള സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാത്തതും ട്രാഫിക് നിയമങ്ങൾക്ക് വെല്ലുവിളി സൃഷ്ടിക്കുന്നു. എത്രയും വേഗം ഇതിനൊരു പരിഹാരം ബന്ധപ്പെട്ട അധികൃതർ സ്വീകരിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു. കുമളി അമരാവതി 2ാം മൈലിൽ CPMന്റെ നേതൃത്വത്തിൽ ജലസ്രോതസ് വൃത്തിയാക്കി. മാലിന്യം നിറഞ്ഞ് ഉപയോഗശൂന്യമായി കിടന്ന പഞ്ചായത്ത് കിണറാണ് വൃത്തിയാക്കിയത്. അമരാവതി 2ാം മൈലിലെ പഞ്ചായത്ത് കിണർ ശുചീകരിക്കാനാണ് CPM പ്രവർത്തകർ എത്തിയത്. മലിനമായ തോടുകൾ, ജലസ്രോതസ്സുകൾ എന്നിവ വൃത്തിയാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയിൽ പങ്കാളികളാവുകയായിരുന്നു ഇവർ. കടുത്ത വേനലിലും കുടിവെള്ളം ധാരാളമായുള്ള കിണറാണ് അശ്രദ്ധ മൂലം മാലിന്യം നിറഞ്ഞു കിടന്നത്. 2 മോട്ടോറുകൾ ഉപയോഗിച്ച് കിണറ്റിലെ വെള്ളം വറ്റിച്ച് മാലിന്യം നീക്കം ചെയ്തു. കിണറിന്റെ പരിസരം വൃത്തിയാക്കുകയും വെള്ളം പാഴാക്കരുത് എന്ന സന്ദേശം എഴുതിയ ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു. കുമളിയിലെ വിവിധ പ്രദേശങ്ങൾ, ഇന്ന് ഈ അമരാവതി പ്രദേശത്ത് മാത്രമല്ല, കുമളിയിലെ വിവിധ പ്രദേശങ്ങളിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന കിണറുകളും അതോടൊപ്പം തന്നെ അരുവികളെല്ലാം കണ്ടെത്തിക്കൊണ്ട് അതിനുവേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്നതിന് CPMന്റെയും അതുപോലെ DYFIയുടെയും എല്ലാം ഒട്ടനവധി ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ രംഗത്ത് പ്രവർത്തനം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. CPM നേതാക്കളായ VI സൈമൺ, KM സിദ്ദിഖ്, റോയി തുടങ്ങിയവർ സംസാരിച്ചു. CPM നേതാക്കളായ VI സിംസൺ, തോമസ്, KM സിദ്ദിഖ്, സാബു, റോയി തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എക്സ്പ്രസ് യുവർ ലവ് വിത്ത് ഗോൾഡൻ മൊമെന്റ്സ്, KG's ജ്വല്ലറി. ഭാവിയിൽ ഭാരതത്തിന്റെ അഭിമാനമായി മാറേണ്ട NCC കേഡറ്റുകൾ ഇരട്ടയാറിൽ ഷൂട്ടിംഗ് മത്സരത്തിന്റെ ആവേശത്തിലാണ്. വളയിട്ട കൈകൾ തോക്കേന്തുന്ന ത്രസിപ്പിക്കുന്ന കാഴ്ചയാണ് ഇരട്ടയാറിലെ NCC സംസ്ഥാന ക്യാമ്പിൽ കാണാൻ കഴിയുക. ആൺകുട്ടികളും പെൺകുട്ടികളുമടക്കം 60 കേഡറ്റുകൾ. ദേശീയ ഷൂട്ടിംഗ് മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിക്കുക ഇവരിൽ 16 പേരാകും. വളയിട്ട കൈകളിൽ പാഠപുസ്തകമേന്തേണ്ട പ്രായമേയുള്ളൂ ഈ പെൺകുട്ടികൾക്ക്. എന്നാൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഇവർ തോക്കുകൾ കയ്യിലെടുക്കുന്നു. ലക്ഷ്യത്തിലേക്ക് വെടിയുണ്ടകൾ പായിക്കുന്നു. 2 തരം റൈഫിളുകളാണ് മത്സരത്തിന് ഉപയോഗിക്കുന്നത്. 2 ദിവസങ്ങളിലായാണ് ഷൂട്ടിംഗ് മത്സരം. സ്റ്റേറ്റ് ടീം ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരെ സെലക്ട് ചെയ്യുന്നത്. സ്റ്റേറ്റ് ടീം ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് നാഷണൽ ലെവലിൽ പോകാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് വളരെ ഒരു റെയർ ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു നാഷണൽ ലെവലിൽ ഒരു മാവ്ലങ്കർ കോമ്പറ്റീഷൻ ഉണ്ട്, അതിൽ പോകാനാണ്. ജർമ്മൻ പീപ് സൈറ്റ്സ്, 5.56 mm ഇൻസാസ് റൈഫിൾ, 7.62 mm ലൈറ്റ് മെഷീൻ ഗൺ, സ്പോട്ടിംഗ് റൈഫിൾ തുടങ്ങിയ തോക്കുകൾ ഉപയോഗിച്ച് വെടിവയ്പ് പരിശീലനവും നൽകുന്നു. നാളുകളിൽ രാജ്യത്തിന് അഭിമാനമായി മാറേണ്ട NCC കേഡറ്റുകൾക്ക് ഇവിടെ കഠിന പരിശീലനമാണ്. എന്നാൽ ഊർജ്ജസ്വലതയോടെ ഇവർ ഈ പരിശീലനത്തിൽ പങ്കെടുക്കുന്നു. ദേശസ്നേഹത്തിന്റെ തെളിമയാർന്ന മുഖമാണ് ഇവിടെ കാണാനാവുക. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. കുറ്റടി സ്പൈസസ് പാർക്കിൽ ഇന്ന് നടന്ന സൗത്ത് ഇന്ത്യൻ ഗ്രീൻ കാർഡമം ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 335, വിൽപ്പനയ്ക്ക് വന്നത് 72,646, വിൽപ്പന നടന്നത് 72,380, കൂടിയ വില 1,236, ശരാശരി വില 923. കട്ടപ്പന കമ്പോളം കുരുമുളക് കിലോഗ്രാമിന് 510 രൂപ, ഏലം കൂടിയ വില 970, ശരാശരി 850. കാപ്പിപ്പരിപ്പ് കിലോഗ്രാമിന് 120 രൂപ, ഗ്രാമ്പു 550 രൂപ, കൊക്കോ 40 രൂപ, റബ്ബർ 120 രൂപ. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 2,680 രൂപ, വെള്ളി ഗ്രാമിന് 60 രൂപ.
നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. പ്രധാന വാർത്തകൾ വീണ്ടും. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, വുഡ്ലൻഡ്, നൈക്ക്, ലീ കൂപ്പർ, അഡിദാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ക്രൗൺ ബൂട്ട്സ്, നിയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. പീരുമേട് താലൂക്ക് ജനസമ്പർക്ക പരിപാടിയിൽ 25 ലക്ഷം രൂപയുടെ ധനസഹായത്തിന് ജില്ലാ ഭരണകൂടം ശുപാർശ ചെയ്തു. ജനസമ്പർക്ക പരിപാടിക്കെത്തിയത് 378 അപേക്ഷകൾ. നിയന്ത്രണം വിട്ട കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് യുവാവ് മരിച്ചു. മരിച്ചത് CPM ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം NV ബേബിയുടെ മകൻ മഞ്ജുഷ്. CPM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന രാഷ്ട്രീയ പ്രചരണ മേഖലാ ജാഥയ്ക്ക് കട്ടപ്പന ഉപ്പുതറ ഏരിയകളിൽ സ്വീകരണം. BJPയെ നേരിടാനുള്ള ചങ്കുറപ്പ് കോൺഗ്രസിനില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ. പെരിയാർ കടുവാ സങ്കേതം ഉൾപ്പെടെ സംസ്ഥാനത്തെ മുഴുവൻ വനമേഖലകളിലും ആനകളുടെ കണക്കെടുപ്പ് നാളെ തുടങ്ങും. സംസ്ഥാനത്ത് മുഴുവൻ കണക്കെടുപ്പ് ഒരേ സമയം നടത്തുന്നത് 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.